ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെ എല്ലാം അടുത്തുള്ള പുതിയങ്ങാടി കോലൂപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തിരൂരിൻ്റെ ഒരു കുറ്റിപ്പുറത്തിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണിത്, കോലൂപ്പാലം. അപ്പോൾ ഇവിടെ വന്നത് അജ്മലിനെ കാണാനാണ്. അജ്മലിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അജ്മലിന് MR ആണ്, ബുദ്ധിപരമായ വിഷയമാണ്. സ്ഥിരമായിട്ട് നല്ല ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ പഠന വൈകല്യമുണ്ട്, എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അജ്മൽ ജോലിയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഇതായി കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ. നമുക്ക് കാര്യങ്ങൾ അവരോട് സംസാരിക്കാവോ. ഇത് അജ്മലിൻ്റെ ഉപ്പയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാ. അപ്പോൾ ഇതാണ് കേട്ടോ അജ്മലേ, എന്തൊക്കെയാ വിശേഷം? സുഖമാണ്. അജ്മൽ എന്നാ ജോലി ചെയ്യുന്നേ? പപ്പട പണി. പപ്പട എവിടുന്ന ഉണ്ടാക്കുന്നേ? കൊണ്ടല്ല. അവിടെ ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടേരല്ല, ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും അല്ലേ? എന്നിട്ട് അത് സൈക്കിളിൽ പോയിട്ട് വെക്കലാ? ഓരോ വീട്ടിലും പോയി വെക്കും അല്ലേ? ശരി. ഓരോ ദിവസം ഓരോ റൂട്ടാണോ? പല റൂട്ട് പോവാറുണ്ട്. കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ലല്ലേ? ഉപ്പ എന്താ ചെയ്യുന്നത്? ഞാൻ മീൻ മാർക്കറ്റിലാണ്. നിങ്ങൾക്ക് എത്ര മക്കളാ? 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. പിന്നെ മൂത്ത് പിന്നെ ഒരു 27 വയസ്സ് 28 വയസ്സായിട്ടുണ്ടാവും. 28 വയസ്സായില്ലേ? അപ്പോൾ അജ്മൽ ജന്മന ഉള്ളതാണോ ബുദ്ധിമുട്ട്? അതെ, ജന്മന അങ്ങനെ കുറച്ച് അങ്ങനെ ക്ലിയർ ആയി വന്നതാണ്. പ്രസവിക്കുമ്പോൾ കുറവായിരുന്നു, ബുദ്ധി വളർച്ച കുറവായിരുന്നു. പിന്നെ ശരിയായി ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയതാണ്. ഇപ്പൊ ഒരു കുറച്ച് വയസ്സിന്റെ പക്വത കുറവും ഉണ്ടാവില്ല. അതന്നെ, ഈ വലുപ്പത്തിന് ഈ വയസ്സിനുള്ള പക്വത ഇല്ല. ഒരു 5-6 വയസ്സിന്റെ താഴെയാണ്, കുറവായിരിക്കും അല്ലേ? പിന്നെ ഇങ്ങനെ ദേഷ്യം ഓവറായിട്ട് ഉണ്ടാവാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴൊക്കെ അങ്ങനെ ഒരു ഇതാണുള്ളൂ. ഗുളിക സ്ഥിരമായിട്ട് കഴിക്കണം അല്ലേ? സ്ഥിരമായിട്ടില്ല, ഞങ്ങൾ ഇപ്പൊ കാണിക്കൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അതിന്റെ മുന്നൊന്നും അങ്ങനെ കഴിക്കണം. ഒരു ഏകദേശം ഒരു വർഷത്തിന്റെ അവിടെ നിന്നിട്ടുള്ള ഒരു ഗുളിക കുടിക്കലുള്ളൂ. അതിന്റെ മുന്നൊന്നും ഗുളിക കുടിച്ചിട്ടുണ്ടായില്ല. അത് ശരി. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ കഴിക്കലുണ്ട്. ഡോക്ടർ പറഞ്ഞു നിർത്താൻ പറഞ്ഞാലേ നമ്മൾ നിർത്താം. വയലന്റ് അങ്ങനത്തെ ഇല്ല, ആരും ഉപദ്രവിക്കൊന്നുമില്ല. അതെ. അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്ന ഒരാളെ കണ്ടെത്തണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ എഴുതാനും വായിക്കാനും തീരെ അറിയില്ല. പൈസന്റെ കണക്കൊന്നും അറിയില്ല. ഇത് പിന്നെ ഈ പപ്പട കച്ചവടത്തിൽ നഷ്ടം വരാറില്ല. ആളുകൾ അങ്ങനെ സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തയക്കുന്നതിന്റെ ചിലപ്പം കൂടുതൽ എന്തെന്നല്ല അത് കുറയാറില്ല. അതെ, വല്ലപ്പോഴും 10-20 കുറഞ്ഞതല്ലാതെ അതെ ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കും. അങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അറിയാത്ത ആളുകൾ ഈ പരിസരത്ത് ഉണ്ടാവില്ല. അതെ. അജ്മലേ, കല്യാണം കഴിക്കാൻ റെഡിയല്ലേ? നാണാകുന്നുണ്ടോ? അജ്മലിന് എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ? അതെ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ മതി അല്ലേ? അതെ. അജ്മൽ എത്ര വരെ ഇപ്പൊ പഠിച്ചേ? സ്കൂളിൽ പോയിട്ട് 7 വരെ അല്ലേ? പിന്നെ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അതൊക്കെ അറിയാല്ലേ? അതെ. ബസ്സിന്റെ ബോർഡ് അങ്ങനെ ഒന്നും വായിക്കാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും അല്ലേ? അത് ശരിയാണ്. അപ്പോൾ ആ ഭർത്താവ് മരിച്ചതോ അല്ലെ പെട്ടെന്ന് ഡിവോഴ്സ് ആയതോ ആയ ആലോചനയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഒരു വയസ്സിൻ്റെ ഉള്ളിൽ അല്ലേ? മാക്സിമം 28 വയസ്സാണ് അജ്മലിന്. അപ്പോൾ 1-2 വയസ്സ് കൂടിയാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ മരണം വരെ ചേർത്ത് പിടിക്കുന്ന ആളാവണം. അപ്പോൾ നമ്മളെല്ലാം തുറന്ന് പറയുന്നത് വെച്ചാൽ എല്ലാം വരുന്നൊരു പെൺകുട്ടി പിന്നെ നമുക്ക് പറ്റൂല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അജ്മലിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അറിഞ്ഞിട്ട് വരുന്ന ആളെ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ അവനാണ് ആൺകുട്ടി. ഇപ്പോൾ ഈ വീടൊക്കെ അവന് വീട് എടുക്കുക എന്നുള്ളൊരു ബാധ്യതയൊന്നും ഓനിക്കില്ല. അപ്പോൾ ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞ് പെങ്ങളെ വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടിൽ വരുന്ന പെൺകുട്ടി വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായാലും അത്രയും സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ അങ്ങനെ ഏജ്ഡ് ഒന്നുമല്ല. അപ്പോൾ ഓരുടെ ഒരു ഹെൽപ്പൊക്കെ എപ്പോൾ കൂടെ ഉണ്ടാവും. ഓരൊക്കെ ചെറുപ്പക്കാർ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു പെൺകുട്ടി ആവട്ടെ. വേറെ ഇക്കാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതേപോലത്തെ ആ ഒരു അവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല. അതിലും കുറവാകുമ്പോഴാണ് പിന്നെ അവർ രണ്ടാളും ഒരേമാതിരി പോകും. അതെ അതെ അതെ. ഇവരിപ്പോ ഇപ്പൊ ഈ ഇരിക്കണ മാതിരിയല്ല, ആക്റ്റീവാണ്. പക്ഷെ ഒരാൾ പുതുതായിട്ട് വരുമ്പോ ആളായിട്ടൊന്ന് മിങ്കിളാൻ കുറച്ച് സമയം പിടിക്കും. അതിന്റെ ഒരു പ്രശ്നമാണ്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അല്ലേ? ആള് ഫേമസ് ആണ്. ഇപ്പൊ പപ്പടമായിട്ട് ഇവിടെ മൊത്തം കച്ചവടവും ഒക്കെ ചെയ്ത് ഉഷാറാണ്. അപ്പോൾ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ക്യാമറ കണ്ട ആര് വന്നാലും അങ്ങനെ പെട്ടെന്നൊന്നും ഇതായി വരാൻ കുറച്ച് കഴിയും. അതെ അതെ
അതാണ് പരിചയമില്ലാത്ത ആളാകുമ്പോഴുള്ള കുഴപ്പമാണത്. അതെ എന്നെ പരിചയമില്ലടാ, വീഡിയോ കാണലുണ്ട്. അത് ശരി. ഇൻഷാ അല്ലാ. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, അജ്മൽ ഉപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. അപ്പോൾ അവൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൾ നല്ല സ്മാർട്ടാണ്. ഇനി പറഞ്ഞ പോലെ പുതിയ ആൾ വരുമ്പോൾ മിംഗ്ലിങ് ആവാനുള്ളൊരു ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നാട്ടുകാർക്കൊക്കെ സുപരിചിതനാണ്. പപ്പടമായിട്ട് എല്ലായിടത്തിലും സ്മാർട്ടായിട്ട് പോകുന്നതാണ്. പൈസേൻ്റെ കണക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പോലും കച്ചവടമെല്ലാം സ്മാർട്ടായിട്ട് ചെയ്യും. ആൾക്കാരൊക്കെ കട്ടക്ക് കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ വരുന്നൊരു പെൺകുട്ടിക്ക് വരുമാനം ആണെന്ന് പ്രശ്നമില്ല, അവളെ നോക്കാനുള്ള അതൊക്കെ അവനങ്ങനെ ഉണ്ടായിക്കോളും. പിന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ബാധ്യത കാര്യങ്ങളൊന്നും എനിക്കില്ല. ഇപ്പോൾ വീട് ഉണ്ട്, പിന്നെ ഉമ്മ എപ്പോഴും എല്ലാം സെറ്റാണ്, ഫാമിലിയൊക്കെ. അപ്പോൾ വരുന്നൊരു കുട്ടിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ആയിപ്പോവുകയും വിഷമിച്ചു പോകുന്നു വരേണ്ട സാധ്യതയില്ല. പിന്നെ ഗുളിക കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ടെൻഷൻ ഓവർ ദേഷ്യമൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അത് ഓവറായി എപ്പോഴും വരുമൊന്നുമില്ല. പിന്നെ ഇറിറ്റേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ അധികം വിഷയങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പല കൺഫ്യൂഷൻസും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം, ഇവിടെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. നമ്മൾ ഒരുപാട് മക്കളുണ്ട്, ചെറിയ മൈന്യൂട്ട് വിഷയമൊക്കെ ആയിരിക്കും, അല്ലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിപരമായിട്ടാണെങ്കിലും ചെറിയ പക്വതക്കുറവ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്കൊന്നും കല്യാണം റെഡിയാകുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള മക്കളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഡിഫറെൻറ്റ് ലേബിൾഡായ മക്കളുണ്ട്, അവരുടെ പേരൻസ് ഉണ്ട്. അപ്പോൾ അജ്മൽ ഓക്കെ ആണെന്ന് തോന്നി ഞങ്ങൾ ബന്ധപ്പെടണം. ഓവർ പിന്നെ ബുദ്ധിപരമായ ഭയങ്കര വിഷയമുള്ള അത് നമുക്ക് പറ്റൂല എന്ന് നമുക്കറിയാമല്ലോ. കാരണം രണ്ടാൾക്കും ഓലിക്ക് ജീവിച്ചു പോകേണ്ടതാണ്. ഉമ്മയും അപ്പോൾ എപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം അവരാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ഒരാൾക്ക് പറ്റാത്തത് മറ്റാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ അങ്ങനെയുള്ളൊരു ലൈഫായിട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാളും സെയിം അങ്ങനെയുള്ള ഒരാളത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരാളെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് അജ്മലിൻ്റെ കല്യാണം നടക്കട്ടെ.